ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവാരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വീണ്ടും നിങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വേദഭാഗമാണ്. ഫിലിപ്പിയർ 2-ന്റെ 14 മുതൽ 16 വരെയുള്ള വേദഭാഗം ഞാനൊന്ന് വായിക്കാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. 1977 ജൂലൈ 13 അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. ചില മണിക്കൂറുകൾ അവിടെ ഇരുട്ടായിരുന്നു, രാത്രിയിൽ വൈദ്യുതി ഉണ്ടായില്ല. വൈദ്യുതി നിലച്ചതോടുകൂടി അമേരിക്കയുടെ ചരിത്രത്തിലെ ഈ നിലയിലുള്ളൊരു അതിക്രമം ഉണ്ടായിട്ടില്ല. ആ നിലയിൽ ന്യൂയോർക്ക് സിറ്റിയിൽ അതിക്രമങ്ങൾ ആരംഭിച്ചു. അനേകം മാളുകൾ കൊള്ളയടിക്കപ്പെട്ടു, അനേകം ബിൽഡിങ്ങുകൾക്ക് തീയിട്ടു, അതിക്രമങ്ങൾ അരങ്ങേറി, അനേകം പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ചില മണിക്കൂറുകൾ ഇരുട്ടായപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ സംഭവിച്ചു. 1600-ൽ പരം ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു, 4 പേർ കൊല്ലപ്പെട്ടു, $300 കോടി ഡാമേജ് ഉണ്ടായി. അതിക്രമം അമർച്ച ചെയ്യാൻ പോയ 500 പോലീസുകാർക്ക് പരിക്കേറ്റു. അവസാനം 4500 പേരെ അറസ്റ്റ് ചെയ്തു. ഇതാണ് അതിൻ്റെ കണക്ക്. നമുക്കിത് കേൾക്കുമ്പോൾ അതിശയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിശയിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം പാപവും അതുപോലെ തന്നെ അനീതിയും ഇഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ മനുഷ്യർ ഇരുട്ടിഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. പാപത്തെ സ്നേഹിക്കുന്ന, അനീതിയിൽ രസിക്കുന്ന മനുഷ്യർ ഇരുട്ടിനെ സ്നേഹിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഇത് അതിശയിക്കേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3:20 കർത്താവ് പറയുന്നുണ്ട്, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. പാപവും ദുഷ്ടതയും ഇരുട്ടിനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവമില്ലാത്ത, പാപം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അതിശയിക്കേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12:46 പറയുന്നത് ഇങ്ങനെയല്ലേ, എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇരുട്ടിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഇരുട്ടിൽ വസിക്കാതിരിക്കുവാനായിട്ട് കർത്താവ് ലോകത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇരുട്ടിലാണോ? അല്ല, കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മൾ വെളിച്ചത്തിലാണ് എന്നുള്ള ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ ഇരുട്ടിലല്ല, വെളിച്ചത്തിലാണ്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട നമ്മൾ ഇരുട്ടിലല്ല, നമ്മൾ വെളിച്ചത്തിലാണ്, നമ്മൾ വെളിച്ചമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. കർത്താവ് തന്നെയല്ല വെളിച്ചം, നമ്മൾ വെളിച്ചമാണ്. മത്തായി 5:14 ഇങ്ങനെ കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലുള്ള പട്ടണം പോലെ, തണ്ടിനുമേൽ വെച്ച വിളക്ക് പോലെ പ്രകാശിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഈ അന്ധകാരം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ മലമേൽ വിളങ്ങുന്ന പട്ടണം പോലെ, തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു കളയരുത്. അത് നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൻ്റെ നടുവിൽ ഇരുട്ടിനോട് താതാത്മ്യം പ്രാപിച്ച് നമ്മുടെ വെളിച്ചം കുറഞ്ഞു പോകാനുള്ള സാധ്യത നമുക്കുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്നുള്ളത്, അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലെ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ കർത്താവിൻ്റെ ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നവരായിട്ട് ജീവിക്കേണ്ട ദൈവമക്കളാണ് നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും
പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ശേഷമുള്ളവരെ പോലെ തെസ്സലോനിക്കരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ശേഷമുള്ളവരെ പോലെ ഉറങ്ങി അതുപോലെ ഉറങ്ങാതെ ശേഷമുള്ളവരെ പോലെ ഉറങ്ങി നിങ്ങളുടെ വെളിച്ചം കുറഞ്ഞു പോകാനായിട്ട് ഇടവരരുത്. ഉണർന്നും സുബോധവുമായിരിക്കുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന കാര്യം തെസ്സലോനിക്കരോട് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അതേ ആശയത്തിൽ തന്നെയാണ് ഫിലിപ്പിയരോട് പൗലോസ് പറയുന്നത്, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കണം. ഇതേ ആശയത്തിലാണ് പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഫിലിപ്പിയിലെ സഭയിലെ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ വേദഭാഗം പൗലോസ് എഴുതുന്നത്. നമ്മളിതിനു മുമ്പ് ഒന്ന് ചിന്തിച്ചതാണ്. ഇതിൻ്റെ മുൻഭാഗങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ തന്നെ തുടക്കത്തിൽ 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് ഫിലിപ്പിയരുടെ പ്രശ്നങ്ങളെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ഐക്യമത്യമില്ല. ഫിലിപ്പിയ സഭയിൽ പൗലോസ് ജയിലിലായിരിക്കുന്നു. പൗലോസ് ജയിലിനായതിനു ശേഷം അവിടെ താഴ്മയില്ല, അവിടെ ഐക്യമത്യമില്ല, വിഭാഗീയതയുണ്ട്, അവിടെ പിറുപിറുപ്പും വാദവുമുണ്ട്. അങ്ങനെ ഫിലിപ്പിയ സഭയുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ ലോകത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രശ്നം എന്നുള്ളത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ താഴ്മയില്ല എന്നുള്ളതാണ്. അവരുടെ വിഭാഗീയതയ്ക്കും അവരുടെ ഇവിടെ പറയുന്നുണ്ടല്ലോ, ആർദ്രതയില്ല, മനസ്സലിവില്ല, സന്തോഷമില്ല, ശാഠ്യവും ദുരഭിമാനവുമാണ്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണുന്നില്ല. ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ട് താഴ്മയുടെ പ്രതിരൂപമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പിന്നീടുള്ള 5 മുതൽ 11 വരെയുള്ള വേദഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവമായിരിക്കെ നമുക്ക് ആ വേദഭാഗം നമുക്കറിയാം. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാവം, ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാകണം ഈ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരത്തിനായിട്ട് എന്ന് പൗലോസ് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ് 12-13 വാക്യങ്ങളിൽ നിങ്ങളുടെ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കുക എന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തു നമ്മെ രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു എങ്കിൽ അതിൻ്റെ നിലവാരത്തിൽ ജീവിക്കുവാനായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളത് ആ നിലവാരത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കർത്താവിനെ പോലെ, കർത്താവിൻ്റെ മനസ്സുള്ളവരായി കർത്താവിനെ പോലെ വളരുക, കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ള പരിപാടിയാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പ്രവർത്തിക്കുക എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ആശ്വാസം എന്നുള്ളത് 13-ാമത്തെ വാക്യം പറയുന്നത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ആശ്വാസവും ധൈര്യം എന്നുള്ളത് ദൈവം നമ്മളിൽ ഒരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടതായിരിക്കുന്ന ഇച്ഛയും ആഗ്രഹവും കഴിവും എല്ലാം ദൈവം നമുക്ക് നൽകുന്നു. അതനുസരിച്ച് അത് മനസ്സിലാക്കി അതിനോട് നമ്മുടെ പ്രവർത്തനത്തെ അനുരൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ വഴി. ഇത് പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് ഈ വേദഭാഗത്തേക്ക് വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ പ്രകാശിക്കണം, നക്ഷത്രങ്ങളെപ്പോലെ ആയിത്തീരണം എന്ന് പറയുകയാണ്. ഇതുവരെയുള്ള ഈ 13 വരെയുള്ള വേദഭാഗത്ത് അവരുടെ ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. എങ്ങനെയുള്ള മനോഭാവമുള്ളവരായിട്ട് തീരണം, എങ്ങനെയുള്ള മനോഭാവമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരികയാണ്. അതിൻ്റെ ആക്ഷൻ, അതിൻ്റെ പ്രായോഗിക തലത്തിലേക്കാണ് അടുത്ത വേദഭാഗം വരുന്നത്. 12-ാമത്തെ വാക്യത്തിൽ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രായോഗിക വശമാണ് 14 മുതൽ 16 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് പൗലോസ് ഇവിടെ പറയുന്ന കാര്യമെന്നുള്ളത് ഒരു കൽപ്പന നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിതാണ്, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ എന്നുള്ള കൽപ്പനയാണ് പൗലോസ് ഇവരോട് പറയുന്ന കാര്യം. ഇത് മലയാളത്തിൽ ഇത് തുടക്കമായിട്ടല്ല. മലയാളവും ഇംഗ്ലീഷും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷാണ് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ടും എളുപ്പമായിട്ട് തോന്നുന്ന ഇംഗ്ലീഷാണ്. ആശയം ഒന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവിടെ പൗലോസ് പറഞ്ഞ കൽപ്പനയാണ്. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ
ചെയ്യുവിൻ. ഇരുണ്ട ലോകത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങേണ്ടതിന് ഫിലിപ്പ്യ സഭയോട് പറയുകയാണ്, നിങ്ങളെല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ എന്നുള്ളതാണ്. പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പിറുപിറുപ്പ് എന്നുള്ള വാക്ക്. പിറുപിറുപ്പ് എന്നുള്ളത് നമ്മളത്ര വലിയൊരു പാപമായിട്ടോ വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ കാണുന്ന കാര്യമല്ല. അതിൻ്റെ ഗ്രീക്ക് വാക്കും ഞാനിങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലൊന്ന് നോക്കി. ഗോങ്കൂസ്മോസ് എന്നുള്ളതാണ് മർമറി, പിറുപിറുപ്പ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പിറുപിറുപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം വിശദീകരിക്കാതെ തന്നെ. എന്താണ് പിറുപിറുപ്പ്? പിറുപിറുപ്പ് എന്ന് പറയും. എന്താണ് പിറുപിറുപ്പ്? പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഉള്ള കാര്യമാണ്. നമുക്കത്ര പ്രാധാന്യമുണ്ട് എന്ന് തോന്നാത്ത കാര്യമാണ്. നമുക്കിഷ്ടമില്ലാത്ത കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്, അതിനെതിരെയുള്ള നമ്മുടെ തികച്ചും മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പിറുപിറുപ്പ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്തുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തത് സംഭവിക്കുമ്പോൾ അതിനെതിരെയുള്ള നമ്മുടെ മനോഭാവം, അതിനെതിരെയുള്ള നമ്മുടെ പെട്ടെന്നുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് പിറുപിറുപ്പ് എന്നുള്ളത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പക്വതയുടെയും പാകതയുടെയും ഒക്കെ ലക്ഷണം എന്നുള്ളത് പിറുപിറുപ്പും പരാതിയും ഇല്ലാത്ത ജീവിതമാണ്. ഇവിടെ പിന്നീട് പറയുന്നുണ്ട് പിറുപിറുപ്പും വാദം. വാദം എന്ന് പറഞ്ഞാൽ ന്യായീകരണം, തർക്കം, അതുപോലെ തന്നെ വഴക്ക് എന്നൊക്കെ അതിനെ വിശദീകരിക്കാനായിട്ട് പറ്റും. എല്ലാ കാര്യത്തെക്കുറിച്ചും പിറുപിറുപ്പും പരാതിയും പറയുന്ന സ്വഭാവം എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പക്വതയുടെ ലക്ഷണമല്ല. ഇവിടെ വാദം എന്ന് പറയുന്നതിന് ഇങ്ങനെ ഉള്ള അർത്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിറുപിറുക്കുമ്പോൾ അത് ശരിയായ കാര്യമല്ലെങ്കിലും ആ പിറുപിറുപ്പിനെ ന്യായീകരിക്കുന്ന മനോഭാവം, ഇതാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. ന്യായമല്ലാതെ പിറുപിറുക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതാണ് വാദം. നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട, എല്ലാ വാദങ്ങളെയും കുറിച്ച് ചിന്തിക്കാം. പിറുപിറുപ്പും വാദവും എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വെളിച്ചത്തെ കുറച്ച് കളയുന്ന കാര്യമാണ് എന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ പിറുപിറുപ്പ് എന്നുള്ളത് ഇത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണോ? ലോകത്തിന് അന്ധകാരം നിറഞ്ഞ ലോകത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങേണ്ടതിന് പിറുപിറുപ്പും വാദവും കൂടാതിരുന്നാൽ മതിയോ? പൗലോസ് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞേ? നമ്മളത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ആ കാര്യം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്, ഇത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണോ? പിറുപിറുക്കാത്ത ആരാ ഉള്ളേ? ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടേ? ഇത് നമ്മുടെ ഒരു ചോദ്യമാണ്. എന്നാൽ അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് എന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് ദൈവം കാണുന്ന ഒരു വിഷയമാണ് പിറുപിറുപ്പ് എന്നുള്ളത്. പിറുപിറുക്കുമ്പോൾ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും പിറുപിറുക്കുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ഇതൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ ഇതിലും നന്നായിട്ട്, ദൈവം ചെയ്യുന്നതിലും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന കാര്യം, ദൈവത്തിൻ്റെ സർവാധികാരത്തെ തള്ളിക്കളയുന്ന കാര്യമാണ് പിറുപിറുപ്പ് എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു, മരുഭൂമിയിലേക്ക് കടന്നു വന്നു. അവർക്ക് ആഹാരമില്ല. അവിടെ വായിക്കുന്ന അവർ മോശയ്ക്കെതിരെ പിറുപിറുത്തു, ദൈവത്തിനെതിരെ പിറുപിറുത്തു എന്നുള്ളതാണ്. ചെങ്കടൽ വിഭാഗിച്ച് ഉണങ്ങിയ നിലം പോലെ കടന്നു വന്ന ജനം, അനേകം അത്ഭുതങ്ങളെ കണ്ട് കടന്നു വന്ന ജനം മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആഹാരമില്ല, അവർ പിറുപിറുത്തു. അവർ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആഹാരം നൽകണമേ എന്നുള്ള അപേക്ഷയുമല്ല കഴിച്ചത്, അവർ ദൈവത്തോട് പിറുപിറുത്തു. ആ പിറുപിറുത്തത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രസകരമാണ്. ഞങ്ങൾ ഇറച്ചിക്കലങ്ങൾക്കരികിൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീമിൽ വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. അവർ പിറുപിറുത്തിട്ട് പറയുകയാണ്, ദൈവത്തോട് പിറുപിറുത്തിട്ട് പറയുകയാണ്, ഭക്ഷണമില്ല, പറയുകയാണ് ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലങ്ങൾക്കരികിലിരുന്ന് മതിയാകും വണ്ണം ഭക്ഷിച്ച് ആ സമയത്ത് ഞങ്ങൾക്ക് മിസ്രയീമിൽ വെച്ച് അങ്ങ് മരിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. അതിനുശേഷം അവിടെ കൊണ്ട് തീർന്നോ? അവിടെ കൊണ്ട് വെള്ളമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം വേണം, വെള്ളമില്ല. അവിടെയും അവർ ദൈവത്തോട് പിറുപിറുത്തു, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിറുപിറുത്ത് വെള്ളം ദൈവം കൊടുത്തു, ആഹാരം കൊടുത്തു. ഈ പിറുപിറുത്ത് കഴിഞ്ഞപ്പോൾ ആഹാരം എങ്ങനെയുള്ള ആഹാരമാണ് കൊടുത്തേ? തേൻ ചേർത്ത് കുഴച്ച ഏറ്റവും ടേസ്റ്റുള്ള ആഹാരം ദൈവം കൊടുത്തു. അതിനുശേഷം
സംഖ്യാപുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനുശേഷം അവർ ഇറച്ചി വേണം, ഇറച്ചിയില്ല, ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ ആര് തരും? ഇതാണ് അവരുടെ പരാതി. എന്നിട്ട് അവരിങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. മിസ്രയീമിൽ വെച്ച് ഇവർ ആവശ്യത്തിന് ഇറച്ചിയും ഭക്ഷിച്ച് ചുവന്നുള്ളിയും ചിറ്റുള്ളിയും മത്തങ്ങയും ഭക്ഷിച്ചിരിക്കുകയായിരുന്നോ? ഇവർ നുണ പറയുകയായിരുന്നു. അവിടെ ഈ മിസ്രയീമിൽ, ഈജിപ്തിൽ ഫറവോൻ്റെ അടിമത്തത്തിലിരുന്ന് അടി കൊണ്ട് ഇഷ്ടിക ചുട്ടുണ്ടാക്കുകയായിരുന്നു അവർ. ഭക്ഷണമില്ലാതെ അടി കൊണ്ട്, ഇഷ്ടിക ചുട്ടുണ്ടാക്കിയില്ലെങ്കിൽ അടിയും മരണവും അവർക്ക് ശിക്ഷ. അങ്ങനെ വന്ന ജനം ദൈവത്തോട് പിറുപിറുക്കുകയാണ്. മന്ന കഴിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇറച്ചിക്ക് പിറുപിറുക്കുകയാണ്. അവിടെയും തീർന്നില്ല. ദൈവം അവർ ഇതൊക്കെ കൊടുത്തു, ഇറച്ചി കൊടുത്തു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി അവരെ ദൈവം സംരക്ഷിച്ചു. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അങ്ങനെ അവരെ കാദേശ് ബർണിയിൽ എത്തിച്ചു. അവിടെയും അവർ പിറുപിറുത്തു. കാദേശ് ബർണിയിൽ ദൈവം അവരോട് പറയുകയാണ്, കാനാൻ ദേശം നിങ്ങൾ പോയി സ്വന്തമാക്കിക്കൊള്ളുക. അവർക്കത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ ഒറ്റുകാരെ അയച്ചു. ഒറ്റുകാർ വന്ന് പറഞ്ഞു, ഈ ദേശത്ത് ചെന്ന് ആക്രമിച്ച് സ്വന്തമാക്കാനായിട്ട് നമ്മൾക്ക് കഴിയുകയില്ല, അവിടെ വലിയ ഭീകരന്മാരായിരിക്കുന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് അവർ ഭയപ്പെട്ട് ദൈവത്തിനെതിരെ പിറുപിറുത്തു, മോശയ്ക്കെതിരെ പിറുപിറുത്തു. എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് മോശയെ മാറ്റി നിർത്തി മിസ്രയീമിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് അവർ തിരിച്ചു പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവം അവരോട് എന്താ പറഞ്ഞേ? അതെ, നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും, നിങ്ങൾ ഈ മരുഭൂമിയിൽ ഒടുങ്ങും. ഇതാണ് ദൈവം അവരുടെ പിറുപിറുപ്പിനെ പറ്റി പറഞ്ഞത്. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, പിറുപിറുപ്പ് എന്നുള്ളത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ്. സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്, ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. നമുക്കും ഏറിയും കുറഞ്ഞും ഈ സ്വഭാവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് സർവജ്ഞാനിയായ ദൈവത്തോട്, സകലതും നിർവഹിക്കാൻ കഴിയുന്ന ദൈവത്തോടുള്ള വെല്ലുവിളിയാണ്. നമ്മളും ചിലപ്പോൾ ചിന്തിക്കാറില്ലേ, ഓ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഈ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം നമുക്ക് സന്തോഷമല്ല, നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെയാണ് കൂടുതൽ നമ്മൾ ഉയർത്തി കാണിക്കുകയും ആ പ്രശ്നങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയുമാണ്. രക്ഷിക്കപ്പെട്ടതിൻ്റെ മഹത്വവും രക്ഷിക്കപ്പെട്ടതിൻ്റെ സന്തോഷവും വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ എത്രയോ ലഘുവാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ അതിലപ്പുറമായി കർത്താവായ യേശുക്രിസ്തു രക്ഷിക്കപ്പെട്ട് മരണത്തെ ഭയം കൂടാതെ ജീവിക്കുവാൻ നിത്യജീവൻ അവകാശമാക്കി തന്ന ആ വലിയ സന്തോഷം, രക്ഷയുടെ സന്തോഷം, സുവിശേഷത്തിൻ്റെ സന്തോഷവും അതിൻ്റെ സംതൃപ്തിയും അതിൻ്റെ ധൈര്യവും, അതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നത്തിലാണ് നമുക്ക് പിറുപിറുക്കാനായിട്ടുള്ളത്? സമ്പത്ത് കുറഞ്ഞു പോയാൽ പിറുപിറുക്കേണ്ടതായിട്ടുണ്ടോ? നമ്മളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നില്ല എങ്കിൽ പിറുപിറുക്കേണ്ടതായിട്ടുണ്ടോ? നമ്മൾക്ക് തിയോളജിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതാണ്, കർത്താവിനോടുകൂടെ നിത്യകാലം നമ്മൾ വാഴാനായിട്ട് പോകുന്നു. എന്നാൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതൊക്കെ മറന്നുപോയി പിറുപിറുക്കുന്നവരാണ്. അതുകൊണ്ട് ഈജിപ്തിൽ അന്ന് മിസ്രൈം ദേശത്ത് നിന്ന് കടന്നു വന്ന യഹൂദജനത്തിന് മാത്രമല്ല പിറുപിറുപ്പുണ്ടായിരുന്നത്. നമ്മൾ ചിന്തിക്കാം, ഇപ്പോൾ ഫിലിപ്പിയരോട് പറയുമ്പോൾ ഫിലിപ്പിയർക്കുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്ന, കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അതിൻ്റെ 7 മുതൽ ഉള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. എന്നിട്ട് പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ആ സാദൃശ്യം, ആ ദൃഷ്ടാന്തം എഴുതിയിരിക്കുന്നത് ഇന്ന് ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനാണ് ആയിട്ടാണ്. അല്ല പ്രിയ സഹോദരന്മാരെ, നമ്മൾ പിറുപിറുപ്പ് എന്നുള്ളത് ലാഘവമായിട്ട് കാണേണ്ട ഒന്നല്ല.
ദൈവത്തിനെതിരെയും മനുഷ്യർക്കെതിരെയും. ഇവിടെ മോശയോട് പിറുപിറുത്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട്, മോശയോടുള്ള പിറുപിറുപ്പ് ദൈവത്തോടുള്ള പിറുപിറുപ്പായിട്ട് ദൈവം കണക്കാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മെ നടത്തുന്നവരെ, മോശെ അവരെ നടത്തിയ ആളാണ്. നമ്മെ നടത്തുന്നവർക്കെതിരെയും പരസ്പരവും നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില പരീക്ഷകളിലൂടെ കടത്തിവിട്ടാലും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വന്നാലും അതിനെതിരെ പിറുപിറുക്കുകയല്ല. അപ്പോൾ നമ്മുടെ ചോദ്യമുണ്ട്, നമുക്കങ്ങനെ സങ്കടപ്പെടാൻ കഴിയില്ലേ? സങ്കടപ്പെടാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യവും ആ നിലയിലുള്ളതായിരിക്കുന്ന ആശ്വാസവും നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സർവാധികാരത്തിനെതിരെ, ദൈവത്തിൻ്റെ മഹാപരമാധികാരത്തിനെതിരെ പിറുപിറുക്കാൻ, അതിനെ സംശയിക്കുവാൻ, ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ടുള്ള അവകാശം നമുക്കില്ല എന്ന കാര്യം നമുക്ക് ഓർക്കണം. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ എന്നുള്ളതാണ്. എല്ലാം എന്ന് പറയുന്നത് വിശാലമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും, നമ്മുടെ ഓഫീസിൽ, വീട്ടിൽ, അതുപോലെ എല്ലാ ബന്ധങ്ങളിലും, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, മാത്രമല്ല നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമുക്കിഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ എല്ലാം, സഭയിൽ മാത്രമല്ല. ഫിലിപ്പിയരോടൊരു പ്രത്യേകമായിരിക്കുന്ന കാര്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഇവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ എന്നുള്ളതാണ്. ഇത്ര കഷ്ടതയുള്ളൊരു ജീവിതത്തിൽ എങ്ങനെ ഇങ്ങനെ സാധിക്കും അല്ലേ? ഇത്ര പ്രതികൂലങ്ങളും പരീക്ഷകളും ഒക്കെ ഉള്ള ജീവിതത്തിൽ എങ്ങനെ നമുക്കിങ്ങനെ സാധിക്കും? നമ്മുടെ മാതൃകയായി കർത്താവായ യേശുക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന് പിറുപിറുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ കർത്താവ് പറയുന്നത് കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയില്ല. കർത്താവിന് പറയാമായിരുന്നു, ഇത് എന്തോ ഒരു മനുഷ്യർ, ഇത്ര കാര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് അവർ ഗ്രഹിക്കുന്നില്ല. മാത്രമല്ല പരീശന്മാർ കർത്താവിനെ എത്ര ബുദ്ധിമുട്ടിച്ചു. കർത്താവിന് പിറുപിറുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവസാനം കുരിശും എടുത്തുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ, ഒരു പാപവും ചെയ്യാതെ ആ ഗത്സമനയിലേക്ക് കടന്നു പോയപ്പോൾ കർത്താവിന് പിറുപിറുക്കാമായിരുന്നില്ലേ? അങ്ങനെയാണ് കർത്താവ് ചെയ്തത്. താൻ പറഞ്ഞത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ളതാണ്. പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലേഖനം എഴുതുമ്പോൾ എന്താണ് പൗലോസിൻ്റെ അവസ്ഥ? പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കൈക്കും കാലിനും ചങ്ങലയിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്നു. തനിക്ക് സഭകളെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ട്. സഭകളിൽ പോകാൻ കഴിയുന്നില്ല, തനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. റോമൻ സീസറിൻ്റെ ന്യായവിധിക്ക് കാത്തു നിൽക്കുന്നു. മരണമാണോ തൻ്റെ മുമ്പിൽ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പൗലോസ് ജയിലിലായിരിക്കുന്നത്? പൗലോസ് എന്താ പറയുന്നത്? പിറുപിറുക്കാണോ? പൗലോസ് ഫിലിപ്പിയരോട് പറയുകയാണ്, സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. പിറുപിറുപ്പല്ല. നമ്മുടെ ജീവിതത്തിലെ ചില പരീക്ഷകൾ നമുക്ക് വരുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് എന്ന്, ദൈവം അനുവദിക്കുന്നത് നന്മയ്ക്കായിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള, അതെൻ്റെ നന്മയ്ക്കായിട്ടാണ്, എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നത് അത് കർത്താവ് എൻ്റെ നന്മയ്ക്കായിട്ട് ചെയ്തതാണ്. കാരണം സർവാധികാരിയായിരിക്കുന്ന ദൈവം, സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ സകലത്തെയും സൃഷ്ടിച്ച് മഹിമ ധരിച്ച് വാഴുന്ന ഒരു ദൈവത്തെ ഞാൻ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ കഴിയും? ഒരു നല്ല അപ്പനാണ് നമ്മുടേതെങ്കിൽ മക്കൾക്ക് ദോഷം വരുത്തുന്ന അപ്പനാണോ? നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൂടെ കടത്തി വിടുന്നുവെങ്കിൽ പിറുപിറുക്കുക എന്നുള്ളത് എത്രയോ മോശകരമായിരിക്കുന്ന കാര്യമാണ്. വീണ്ടും രണ്ടാമതായിട്ട് ഇതിൽ തന്നെ പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കണം, അല്ലെങ്കിൽ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങണം എന്നുള്ളതിന് പൗലോസ് പറയുന്ന കാര്യമാണ്, അത് ദൈവമക്കളായതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ആ നിലവാരത്തിനൊത്തവണ്ണം ജീവിക്കേണ്ട ആളുകളാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത്.
സാമൂഹ്യമായിട്ട് നമ്മൾ നിരീക്ഷിച്ചാൽ അങ്ങനെയല്ലേ? നമ്മുടെ അപ്പന് അപമാനം വരുത്തത്തക്ക നിലയിലല്ല മക്കൾ ജീവിക്കേണ്ടത്. അപ്പന് മഹത്വം വരേണ്ട നിലയിൽ ജീവിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും. അനിന്യർ എന്നുള്ളത് 100% പാപം ചെയ്യാത്ത അവസ്ഥ എന്നുള്ളതല്ല. ആർക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ ഇല്ലാത്ത നിലയിലുള്ള ജീവിതം, തെറ്റ് ചെയ്യാത്ത വിശുദ്ധമായിരിക്കുന്ന ജീവിതം എന്നുള്ളതല്ല. മനുഷ്യർക്ക് വിരൽ ചൂണ്ടി ഒരു തെറ്റ് നമ്മളുടെ നേരെ ചൂണ്ടിക്കാണിക്കുവാൻ ഇല്ലാത്ത നിലയിലുള്ള ജീവിതം. തെറ്റ് ചെയ്തു എന്ന് ബോധ്യം വന്നാൽ അതിന് നിരപ്പ് പ്രാപിച്ച് അതിന് പരിഹാരം വരുത്തി മുൻപോട്ട് പോകുന്ന ജീവിതമാണ് അനിന്യമായിരിക്കുന്ന ജീവിതം. പാപം ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുന്ന ജീവിതം. ആരും വിരൽ ചൂണ്ടി നമ്മളെ കുറ്റം വിധിക്കുവാൻ, ഈ പാപം നീ ചെയ്തു എന്ന് നമ്മളോട് പറയുവാൻ ഇടയില്ലാത്തവണ്ണം ഏറ്റവും ശ്രദ്ധയോടുകൂടിയ ജീവിതമാണ് അനിന്യമായിരിക്കുന്ന ജീവിതം. ഇതാണ് ദൈവത്തിൻ്റെ മക്കളിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ജീവിതം. അതുപോലെ അനിന്യരും പരമാർത്ഥികളും നിഷ്കളങ്ക മക്കൾ എന്നുള്ളത് പാപവുമായിട്ട് മിക്സ് ചെയ്യാത്ത, കലരാത്ത ജീവിതം, പാപവുമായിട്ട് യോജിച്ചു പോകാത്ത ജീവിതം. അതിങ്ങനെയാണ്: പാലുമായിട്ട് വെള്ളം മിക്സ് ചെയ്യുമ്പോൾ അത് കലർന്നു പോയി, അല്ലെങ്കിൽ രണ്ട് മെറ്റലുകൾ തമ്മിൽ യോജിക്കുന്ന, ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. രണ്ട് മെറ്റലുകൾ തമ്മിൽ, സ്വർണവുമായിട്ട് കൂടുതൽ ചെമ്പോ മറ്റ് ലോഹങ്ങളോ ചേരുമ്പോൾ അത് കലർപ്പുള്ളതായി. അതുപോലെ ദൈവത്തിൻ്റെ മക്കൾ പാപവുമായിട്ട് കലരാത്ത ജീവിതം എന്നുള്ളതാണ് നിഷ്കളങ്കമായിരിക്കുന്ന ജീവിതം. ഇതാണ് ദൈവമക്കളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം. ഇങ്ങനെയുള്ള ജീവിതമാണ് ലോകത്തിൻ്റെ മുമ്പിൽ, ഇരുട്ടിൻ്റെ മുമ്പിൽ തിളങ്ങുന്ന ജീവിതം. നാം ആരാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെയുള്ള ജീവിതമാണ് പിറുപിറുപ്പും പരാതിയുമില്ലാത്ത ജീവിതം. വീണ്ടും രണ്ടാമത് പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കണം എന്നുള്ളതിന് നമ്മൾ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് മനോഹരമായിരിക്കുന്ന ഒരു ലോകത്തിലല്ല, അന്ധകാരം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ ലോകത്തിലാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്തെ, ആദ്യം പറഞ്ഞതുപോലെ പാപത്തെ സ്നേഹിക്കുന്ന, ഇവിടെ റോമാലേഖനത്തിൽ പറയുകയാണ്, പാപം ചെയ്യുക മാത്രമല്ല പാപം ചെയ്യുന്നവരിൽ പ്രസാദിക്കുന്ന തലമുറ. അതെത്ര പാപം നിറഞ്ഞ തലമുറയാണ്! പാപത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ ബോധം വരുത്തിയിട്ട് പറയുകയാണ്. പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ട്, റോമാലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ ദുഷ്ടത, 2-ാമത്തെ അധ്യായത്തിൻ്റെ 29 വരെയുള്ള വാക്യങ്ങൾ കാണാം. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം, അങ്ങനെ വലിയൊരു ലിസ്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടി ചെയ്യുന്ന മനുഷ്യർ. പുതിയ പുതിയ പാപങ്ങൾ കണ്ടെത്തി രസിക്കുന്ന മനുഷ്യർ. പഴയ പാപങ്ങളിലൊന്നും സംതൃപ്തിയില്ല. പുതിയ പുതിയ പാപങ്ങൾ കണ്ടെത്തി രസിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരിൽ സന്തോഷിക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ധകാരം നിറഞ്ഞ തലമുറ. അതുകൊണ്ട് അവരുടെ നടുവിൽ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവമക്കൾക്ക് ദൈവം വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുട്ട് വർദ്ധിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ആ ശോഭ കൂടുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ ലോകത്തിൽ പഴയ തലമുറയേക്കാൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അന്ന് പൗലോസിനോട് പറഞ്ഞ, ഫിലിപ്പിയരോട് പറഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ, അതിനുശേഷം മനുഷ്യർ വിദ്യാഭ്യാസവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ നേടിയിട്ട് നമ്മൾ കുറച്ചുകൂടി നന്നായി വരികയല്ലേ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അതിനേക്കാളും ലോകം വഷളായിക്കൊണ്ടിരിക്കുന്ന കാലമാണിന്ന്. അന്നത്തെക്കാളും ലോകത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന ഇരുട്ട് വർദ്ധിച്ചു, ആത്മീകമായിരിക്കുന്ന ഇരുട്ട് വർദ്ധിച്ചു. ഒരു പക്ഷേ 2000 കഴിഞ്ഞ 200 വർഷങ്ങൾക്കുള്ളിൽ കൊലപാതകങ്ങൾ നടന്നിടത്തോളം അത്രയും മരണങ്ങൾ കഴിഞ്ഞ 1900 വർഷങ്ങളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ എവിടെ ജീവിക്കുന്നു, അവരുടെ നടുവിൽ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. അവരുടെ നടുവിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ആ വെളിച്ചത്തെ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മത്തായി 5-ന്റെ
14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മലയിലെ പ്രസംഗത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലുള്ള പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മനുഷ്യർ, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്ത് മനുഷ്യർ നമ്മളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിട്ട് അവർ കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് വരണം. ഈ ലോകം നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. ദൈവമക്കളെ, ദൈവമക്കളുടെ കുടുംബങ്ങളെ, ദൈവമക്കളുടെ പ്രവൃത്തികളെ, ദൈവമക്കളുടെ സംസാരത്തെ മനുഷ്യർ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ സൂക്ഷ്മമായി, നമ്മളുടെ പ്രവൃത്തികളെ, നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ ഇടപാടുകളെ വീക്ഷിക്കുന്ന ഒരു ജനത്തോട് ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, നമ്മളെ ശരിക്കും അറിയുന്ന ഒരു ജനത്തോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് സാധിക്കുമോ? നമ്മളുടെ ഇടപാടുകളെ, നമ്മളുടെ വ്യക്തിബന്ധങ്ങളെ, നമ്മളുടെ പരിപാടികളെ ശരിക്കറിയാവുന്ന ഒരു മനുഷ്യനോട് ധൈര്യപൂർവ്വം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറയാനായിട്ട് നമുക്ക് കഴിയണം. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വെളിച്ചമുള്ള ജീവിതം എന്നുള്ളത്. ഇവിടെ പറയുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറ എന്നുള്ളതാണ്. വക്രത എന്നുള്ള വാക്കിന് സ്കോളിയോസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെ, സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ വൈകൃതം, നട്ടെല്ലിന് വളവുള്ള ആളുകൾ എന്നുള്ളതാണ്. വൈകൃതമുള്ള, നട്ടെല്ലിന് വളവുള്ള ആളുകൾ. ആത്മീകമായും ധാർമ്മികമായും വൈകല്യം ബാധിച്ച ജനത്തിൻ്റെ നടുവിൽ. അതുപോലെ തന്നെ കോട്ടം എന്നുള്ളത് അതിലും കൂടുതലാണ്. വികൃതമായ ആത്മീകമായി അതുപോലെ ധാർമ്മികമായി വളവ് ബാധിച്ച, വൈകൃതം ബാധിച്ച, വികൃതമായിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവിലാണ് കർത്താവ് നമ്മളോട് പറയുന്നത് നക്ഷത്രങ്ങളെപ്പോലെ ലോകത്തിൻ്റെ മുമ്പിൽ തിളങ്ങണം എന്നുള്ളത്. സുവിശേഷത്തിൻ്റെ വെളിച്ചം കൊണ്ട് ലോകത്തെ സ്വാധീനിക്കുന്നതിൻ്റെ ഒരു വശമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. നമ്മുടെ ജീവിതം മനുഷ്യർ നിരീക്ഷിക്കുന്ന ഒരു ജീവിതമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വത്തിനും കുറവ് വരുന്നതാകരുത്, അതിനെ വർദ്ധിപ്പിക്കുന്നതാകണം. ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ നമ്മളെ കണ്ട് സ്വർഗത്തിലെ ദൈവത്തെ മനുഷ്യർ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദൈവത്തിനെതിരെ പിറുപിറുത്തു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള ജനതയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇവരുടെ ദൈവം ഇവരെ മരുഭൂമിയിലേക്ക് കൊല്ലുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതായിരുന്നില്ലേ? നമ്മുടെ ജീവിതം നമ്മൾ സുവിശേഷം പറയുന്ന മനുഷ്യരുടെ മുമ്പിൽ സാക്ഷ്യമായിരുന്നില്ല എങ്കിൽ അവർ പറയും, നമ്മളോട് ചോദിക്കും, നീയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം? പിന്നെ നീ വിശ്വസിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ ഞാനെന്തിന് വിശ്വസിക്കണം? ഈ ചോദ്യം ഉണ്ടാകും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഞാനിങ്ങനെ ഒരാളോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചതാണ്. എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ ചോദിച്ചു, FSCTയിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ഞാൻ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം ട്രാക്റ്റ് കൊടുക്കാറുണ്ട്, സുവിശേഷമൊക്കെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ആ മനുഷ്യനെ കണ്ടിട്ട് ഈ യേശുക്രിസ്തുവിൽ എനിക്ക് വിശ്വസിക്കാൻ മനസ്സില്ല എന്നാണ്. ആ മനുഷ്യൻ്റെ ഇടപാടുകൾ, ആ മനുഷ്യൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് നിങ്ങൾ പറയുന്ന ക്രിസ്തുവിലേക്ക് വരാൻ എനിക്കെന്താ എന്ന് പിന്നീട് പറഞ്ഞ വാക്കുകൾ പറയാനായിട്ട് പറ്റുകയില്ല. ഇതല്ലേ നിങ്ങൾ? എൻ്റെ പൊന്നു സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെയാണ്. കർത്താവായ യേശുക്രിസ്തുവിനും അവൻ്റെ സുവിശേഷത്തിനും കളങ്കം വരത്തക്ക നിലയിലുള്ള ഒരു ജീവിതം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത്, നിങ്ങൾ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. കാരണം നിങ്ങളെ, ഫിലിപ്പിയ സഭയെ ചുറ്റുമുള്ള വിജാതീയരായിരിക്കുന്ന മനുഷ്യർ നോക്കുന്നു. നിങ്ങൾ ദൈവമക്കളെ പോലെ ജീവിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് പൗലോസ് പറയുക. എന്നാൽ ഈ പിറുപിറുപ്പും വാദവും
പരാതിയുമില്ലാത്ത ഒരു ജീവിതത്തിന് മാത്രം കർത്താവിലേക്ക് മനുഷ്യരെ ആകർഷിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കുകയില്ല. ഇവിടെ രണ്ടാമതായിട്ട് പൗലോസ് പറയുന്നത് നിങ്ങൾ വചനം പ്രമാണിക്കണം എന്നുള്ളതാണ്. വചനം പ്രമാണിക്കണം. ഇവിടെ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജോസുകളെ പോലെ പ്രകാശിക്കുന്നു. ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. നമ്മുടെ ജീവിതം കണ്ടതുകൊണ്ട് മാത്രം കർത്താവിനെ ആരും മഹത്വപ്പെടുത്തുകയില്ല. നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ മാതൃകയായിരുന്നത് കൊണ്ട് മാത്രം സുവിശേഷം മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. ഇവിടെ പറയുന്നത് റോമാലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ മുഖാന്തരം. ഇവിടെ വചനം പ്രമാണിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് നിലയിൽ ആ വാക്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹോൾഡിങ് ഫാസ്റ്റ് ദ വേർഡ് ഓഫ് ലൈഫ്, ഹോൾഡിങ് ഫോർത്ത് ദ വേർഡ് ഓഫ് ലൈഫ്. വചനം അനുസരിക്കണം, പ്രമാണിക്കണം, മാത്രമല്ല വചനം ഉയർത്തിപ്പിടിക്കണം, വചനം മനുഷ്യരോട് പങ്കുവെക്കണം എന്നുള്ള രണ്ട് നിലയിലുള്ള അർത്ഥം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വചനം, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് ബൈബിൾ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:1. മാത്രമല്ല ഈ വചനം, ജീവൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് സുവിശേഷമാണ്, ഗോസ്പലാണ്, ജീവൻ കൊടുക്കുന്ന വചനം. ഈ വചനം പ്രമാണിക്കണം എന്ന് പറയുന്നത് എന്താണ്? ഈ വചനം പ്രമാണിച്ചുകൊണ്ട്, ഹോൾഡിങ് ഫാസ്റ്റ് ദ വേർഡ് ഓഫ് ലൈഫ്. ഈ വചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനം വായിക്കുക എന്നുള്ളതാണോ? ഈ വചനം ധ്യാനിക്കുക, ഈ വചനത്തിൻ്റെ വാക്യങ്ങൾ കാണാപ്പാഠം പഠിക്കുക, അല്ലെങ്കിൽ ക്വയറ്റ് ടൈം എടുക്കുക, ഇതല്ല. ഈ വചനം അല്ലെങ്കിൽ ഈ സുവിശേഷം, നമ്മുടെ ഈ കർത്താവായ യേശുക്രിസ്തു, വചനമാകുന്ന യേശുക്രിസ്തു സുവിശേഷം, അതിൻ്റെ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. വചനത്തിന് അനുസാരമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അങ്ങനെ ജീവൻ്റെ വചനമാകുന്ന കർത്താവിനെ പോലെ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നതാണ് വചനം പ്രമാണിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ പ്രോമിസുകൾ ഇത് മനസ്സിലാക്കി ആ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, ആ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, ആ വചനത്തിൻ്റെ അനുസരണം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തിളക്കമുള്ളവരായിട്ട് തീരുന്നതാണ് വചനം പ്രമാണിക്കുക എന്നുള്ളത്. ഇങ്ങനെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ വെളിച്ചമായിട്ടിരിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ വചനമാണ്, കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതമാണ് പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന കാര്യം. നമുക്ക് തന്നെ നാളെ മുതൽ ഞാൻ പിറുപിറുക്കുകയില്ല, വാദിക്കുകയില്ല, ഞാൻ തിളങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതത്തിനാണ് അതിന് സാധിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനോട് ചേർന്ന് കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് ആ ജീവിതമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ജീവിതം. അവിടെയാണ് നമ്മൾക്ക് പിറുപിറുപ്പും വാദവും കൂടാതെ അനിന്യരും പരമാർത്ഥികളുമായി ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മെ ബലപ്പെടുത്തുന്ന കാര്യം. 13ാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പറയുന്നത് പോലെ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളുടെ ഉള്ളിൽ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് നൽകുന്ന ആ ധൈര്യം, ആ ഇച്ഛ, ആ മനസ്സ്, ഇത് നമ്മൾ മനസ്സിലാക്കി, ഇതിൻ്റെ 1ാമത്തെ വാക്യം പറയുന്നത് പോലെ, രക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ദൈവം ആരംഭിച്ചിരിക്കുന്നു. ആ പ്രവൃത്തി ഗ്രഹിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് വചനം പ്രമാണിച്ചുകൊണ്ടാണ് നമുക്ക് തിളങ്ങുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട് അതിനെക്കുറിച്ച് ഹോൾഡിങ് ഫോർത്ത് ദ വേർഡ് ഓഫ് ലൈഫ്, ദൈവത്തിൻ്റെ വചനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം മനുഷ്യരോട് പങ്കുവെച്ചുകൊണ്ട്. ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ തിളങ്ങിയാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ വചനം കൊണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങേണ്ട ആവശ്യമുണ്ട്. റോമർ 10:13-14 വാക്യങ്ങൾ ഇങ്ങനെയാണ്: കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? 10:17 ഇങ്ങനെയാണ്: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇതാണ് നമ്മുടെ നിഷ്കളങ്കമായിരിക്കുന്ന, പിറുപിറുപ്പില്ലാത്ത, വാദമില്ലാത്ത,
നമ്മുടെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ജീവിതം സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വായിൽ നിന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടും രക്ഷയുടെ സുവിശേഷം കൊണ്ടുമാണ് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ തിളങ്ങാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വെളിച്ചത്തിന് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ മുമ്പിൽ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നതിന് വേണ്ടി ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെ തിളങ്ങുന്നതിനാവശ്യമായിരിക്കുന്ന എല്ലാ ഇച്ഛയും ആഗ്രഹവും ശക്തിയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മളോട് ചേർന്ന് നമ്മളെ ബലപ്പെടുത്തി നമ്മളെ ശക്തീകരിക്കുന്ന നമ്മോട് കൂടെ ഇരിക്കുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കി പിറുപിറുപ്പും വാദവും കൂടാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് ലോകത്തിലെ ജ്യോതിസുകളെപ്പോലെ തിളങ്ങുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. മൂന്നാമതായിട്ട് പൗലോസ് പറയുന്നത് നമ്മളെ നടത്തിയവരുടെ പാത പിന്തുടരണം എന്നുള്ളതാണ്. ഇവിടെ പറയുകയാണ് 16-ാം വാക്യം, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഇവിടെ പൗലോസ് ഈ വാക്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല, എൻ്റെ അധ്വാനം വൃഥാവായില്ല, എനിക്ക് ക്രിസ്തുവിൻ്റെ നാളിൽ പ്രശംസ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുറച്ചുകൂടെ പിന്നിലോട്ട് പോയി ചിന്തിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, മനസ്സുള്ളവരായി, രക്ഷയ്ക്കായി കർത്താവ് നൽകുന്ന കൃപയും കർത്താവ് നൽകുന്ന ശക്തിയുമൊക്കെ അനുസരിച്ച് രക്ഷയ്ക്കായി പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പിറുപിറുപ്പും വാദവും കൂടാതെ ദൈവമക്കൾ എന്നുള്ള ആ നിലയിൽ അനിന്യരും പരമാർത്ഥികളുമായി ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി അങ്ങനെ നക്ഷത്രങ്ങളെപ്പോലെ ഫിലിപ്പ്യ സഭ ജീവിക്കുന്നു എങ്കിൽ പൗലോസ് പറയാണ്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല, കർത്താവിൻ്റെ വരവിൽ എനിക്ക് പ്രശംസ ഉണ്ടാകുമെന്നുള്ളത്. കർത്താവിൻ്റെ വരവിനെ നോക്കി ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പൗലോസിന് തന്നെയല്ല, ഈ ജീവിതം നമ്മളുടെ ജീവിക്കുമ്പോൾ, ഇങ്ങനെ വെളിച്ചമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ പൗലോസിനെ പോലെ നമുക്കും പ്രശംസയുണ്ടാകും എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വരവിനെ നോക്കി ജീവിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവിൻ്റെ വരവെങ്കിൽ പൗലോസിന് പ്രശംസയുണ്ടാകും, വഴി നടത്തിയ പൗലോസിന് പ്രശംസയുണ്ടാകുന്നു. ആ നിലയിൽ നടന്ന ദൈവമക്കൾക്കും തീർച്ചയായും കർത്താവിൻ്റെ പ്രശംസ ഉണ്ടാകും എന്ന കാര്യം ഓർക്കണം. മാത്രമല്ല, അതിനുശേഷം പൗലോസ് പറയുകയാണ് തൻ്റെ മാതൃക, കർത്താവിൻ്റെ മാതൃക 17-18 വാക്യം വായിച്ചില്ലെങ്കിലും പറഞ്ഞു പോകാം. കർത്താവ് ഇവിടെ 17-18 വാക്യത്തിൽ ഒരു ഉപമയായിട്ട് പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ എന്ന് നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. പൗലോസിൻ്റെ സന്തോഷം എന്നുള്ളത് തൻ്റെ അധ്വാനവും തൻ്റെ ഓട്ടവും വൃഥാവായില്ല, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രശംസയുണ്ടാകും. എന്താണ് പൗലോസിൻ്റെ അധ്വാനവും ഓട്ടവും എന്നുള്ളത്? കർത്താവിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധമായ നിലയിലുള്ള ഓട്ടം. ഇതാണ് ഇവിടെ അതിന് ഉപമയായിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും എന്നുള്ളത് താൻ മരണപ്പെട്ടു പോയാലും എന്നുള്ളതാണ്. താൻ ജയിലിലാണ്, താൻ മരണപ്പെട്ടു പോയാലും. അത് യാഗത്തെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഒരു പരിപാടിയെക്കുറിച്ച് പറയുന്നതാണ്. അവർ യാഗം കഴിക്കുമ്പോൾ മൃഗത്തെ ദഹിപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീഞ്ഞോ എണ്ണയോ പാനീയ യാഗമായിട്ട് ഒഴിക്കും. അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ ആ തീയിൽ അതങ്ങനെ വേപ്പറായിട്ട് അങ്ങനെ അപ്രത്യക്ഷമായിട്ട് തീരും. അതുപോലെ പൗലോസിൻ്റെ ജീവിതം ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായാലും, ആ വിശ്വാസത്തിന് വേണ്ടി യാഗമായിട്ട് അവരുടെ ആ യാഗത്തിൻ്റെ മേലെ ഒഴിച്ചങ്ങനെ അപ്രത്യക്ഷമായിട്ട് തീർന്നാലും
ഇത് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന്. തൻ്റെ മരണത്തെ ഉദ്ദേശിച്ച് പൗലോസ് പറയുന്നതാണ്. അതേ വാക്കുകൾ തന്നെ ഇവിടെ ഉപയോഗിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഈ വിശ്വാസത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ഞാൻ എൻ്റെ ജീവൻ നൽകേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും എന്നുള്ളതാണ്. ഇതായിരിക്കണം നമ്മുടെ മാതൃക. കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി തിളങ്ങുവാൻ, യാഗമായിട്ട് തീരാൻ സന്നദ്ധതയുള്ള മനസ്സ്. പൗലോസിനെ പോലെ ഒരു പാനീയയാഗമായി ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായതുപോലെ ആ നിലയിൽ വിശ്വാസത്തിന് വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ലോകത്തിൻ്റെ മുമ്പിൽ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുവാൻ, മരിക്കുവാൻ സന്നദ്ധമായിരിക്കുന്ന ഒരു മനസ്സ്, ഇതാണ് സന്തോഷമുള്ള ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് വരുന്ന കാര്യം. നമ്മുടെ ജീവിതം നമുക്ക് പരിശോധിക്കാം. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ഫിലിപ്പിയർക്കും കൊരീന്ത്യർക്കും അതുപോലെ തന്നെ ഗലാത്യ സഭകൾക്കും മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇടയിലും നമ്മളോടും പറയുന്ന വചനമാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തിയിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിരുന്ന ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ വിളിച്ചത് അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്കാണ്. ഈ ലോകത്തിൽ നിന്നാണ്, ലോകത്തിൻ്റെ നടുവിലാണ് നമ്മൾ. ഈ ലോകത്തിൻ്റെ നടുവിൽ പിറുപിറുപ്പും വാദവും കൂടാതെ അനിന്യരും പരമാർത്ഥികളുമായി ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ഇല്ല, നമുക്ക് കഴിയും. കാരണം കർത്താവായ യേശുക്രിസ്തു നമുക്കതിനുള്ള ശക്തിയും കൃപയും നൽകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം ശക്തിയല്ല, നമ്മോട് കൂടെ ജീവിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ കൈകളിൽ താങ്ങുന്ന, നമ്മുടെ ബലഹീനതകൾ അറിയുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട്. ദാനിയേലിനെ ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദാനിയേലിനെ നോക്കുക. ദാനിയേലിനെ ദേശാധിപതിയാക്കാനായിട്ട് ദാര്യാവേശ് രാജാവ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ദാനിയേലിനെ അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ദാനിയേലിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനുണ്ടോ എന്ന് അവർ പരിശോധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാനായിട്ടില്ല, കഴിഞ്ഞില്ല എന്ന്. ദാനിയേൽ ജീവിച്ച സാഹചര്യം എങ്ങനെയാണ്? ദൈവമില്ലാത്ത ബാബിലോണ്യ ദേവന്മാരെയും ദേവിമാരെയും ആരാധിക്കുന്ന അന്ധതയുള്ള ഒരു ജനത്തിൻ്റെ നടുവിൽ ദാനിയേലിന് കഴിഞ്ഞു. അതുപോലെ ഈ വക്രതയും കോട്ടവുമുള്ള ജനത്തിൻ്റെ നടുവിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് കടന്നുപോയി. മരുഭൂമിയിലെ വലിയ പ്രശ്നം എന്നുള്ളത് ഇരുട്ട്, തണുപ്പ്, പകലിലെ ഉള്ള ചൂട്, ഇതായിരുന്നു. ദൈവം പകലത്തെ ചൂടിന് മേഘസ്തംഭം നൽകി, രാത്രിയിലെ ഇരുട്ടിനും തണുപ്പിനുമായി ദൈവം അഗ്നിത്തൂൺ നൽകി. ഇതെന്ത് ക്രമീകരണമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ദൈവം രാത്രിയിലെ ഇരുട്ടിന് പരിഹാരം വരുത്തി, തണുപ്പിന് പരിഹാരം വരുത്തി. അങ്ങനെ ദൈവം അവരെ വഴി നടത്തി. ഞാൻ പറയട്ടെ, ഈ വക്രതയും കോട്ടമുള്ള നടുവിൽ, ഇസ്രായേലിൻ്റെ നടുവിൽ അഗ്നിത്തൂണായിരുന്നതുപോലെ ഇരിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഭൂമി, അതിൻ്റെ നടുവിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. പിറുപിറുപ്പും വാദവും എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, കർത്താവിന് വേണ്ടി തിളങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.